നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ നിന്നും പിൻവാങ്ങാതെ മഴ. ചിങ്ങമെത്തിയിട്ട് മഴ ശമനമില്ലാതെ തുടരുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. മഴ ഏറ്റവും പ്രതികൂലമായി ബാധിച്ചത് കർഷകരെയും തൊഴിലാളികളെയും വ്യാപാരികളെയും. കനത്ത മഴയിൽ മൂന്നാർ ആറോ ജംഗ്ഷൻ സമീപം വീണ്ടും മണ്ണിടിച്ചിൽ. ഈ ഭാഗത്തുണ്ടായിരുന്ന വഴിയോര കടകൾക്ക് നാശം. മഴയിൽ ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. അണക്കെട്ടുകളിൽ റെഡ് അലർട്ട്. അടിമാലിയിൽ നിലനിൽക്കുന്ന മുദ്രപത്ര ക്ഷാമം പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. മുദ്രപത്ര ലഭ്യതയില്ലാതായിട്ട് നാളുകളായെന്ന റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ഇരട്ട വോട്ട് ആരോപണത്തിന് മറുപടിയുമായി CPM രംഗത്ത്. എല്ലാ തെരഞ്ഞെടുപ്പിലും തമിഴ് ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്ന നിലപാടാണ് കോൺഗ്രസിനെന്ന CPM. വിശദമായ വാർത്തകളിലേക്ക് എത്തുമ്പോൾ ആദ്യം മഴ വാർത്തകളിലേക്കാണ്. കർക്കിടകം കഴിഞ്ഞെങ്കിലും മഴ ശക്തമായി തുടരുകയാണ്. തോരാത്ത മഴയിൽ മലയോരം തീരാ ദുരിതത്തിൽ. മഴ ശക്തമായി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ശക്തി കൂടിയ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു. അടുത്ത 12 മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് നാളെ രാവിലെയോടെ വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരത്ത് എത്തിച്ചേരാൻ സാധ്യത. അറബിക്കടലിൽ തെക്കൻ കൊങ്കൺ മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യത. ഓഗസ്റ്റ് 18, 19 തീയതികളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് 18 മുതൽ 20 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യത. ഓഗസ്റ്റ് 18 മുതൽ 19 വരെ 40 മുതൽ 50 വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജില്ലയിൽ നിന്നും പിൻവാങ്ങാതെ മഴ. കാലവർഷം നീണ്ടു നിൽക്കുന്നതിനാൽ മലയോരം ആശങ്കയിലാണ്. 3 മാസത്തോളമായി ജില്ലയിൽ ഇടതടവില്ലാതെ മഴ പെയ്തു നിൽക്കുകയാണ്. കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം എത്തിയിട്ടും മഴ ശമനമില്ലാതെ തുടരുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കർഷകരെയും തൊഴിലാളികളെയും വ്യാപാരികളെയുമാണ് കനത്ത മഴയും കാറ്റും ഏറെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. ചിലപ്പോൾ മഴയ്ക്ക് ശക്തി കുറയുമെങ്കിലും വീണ്ടും പൂർവാധികം ശക്തിയോടെയാണ് മഴയുടെ വരവ്. 2 ദിവസമായി ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും കനത്ത മഴയാണ് പെയ്തത്. മുൻകാലങ്ങളിലെ പോലെ ഇത്തവണ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായില്ല എന്നതാണ് ആശ്വാസം. എങ്കിലും വീടുകളുടെ നാശനഷ്ടം ഉൾപ്പെടെ കെടുതികൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്തു. മഴ തുടരുന്നത് കാർഷിക വ്യാപാര മേഖലകളിലെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഏല മേഖലയെ ഇപ്പോൾ തന്നെ മഴ കാര്യമായി ബാധിച്ചു. ഏക്കർ കണക്കിന് ഏലച്ചെടികൾ അഴുകൽ രോഗം മൂലം നശിച്ചു. ഇത് വിളവിനെ കാര്യമായ തോതിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പല കർഷകർക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. അഴുകൽ രോഗം പിടിപെട്ട ഏലശരങ്ങൾ മുറിച്ചുമാറ്റി കൃഷി സംരക്ഷിക്കണമെങ്കിൽ വലിയ തോതിൽ പണം മുടക്കേണ്ടി വരും. ഇതിനു പുറമെ വാഴ, മരച്ചീനി, പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷികൾ വെള്ളം കെട്ടി നിന്നും നശിച്ചിട്ടുണ്ട്. കാറ്റിൽ മറിഞ്ഞു വീണും വാഴകൾ നഷ്ടപ്പെട്ടു. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത പല വിളകളാണ് ഇത്തരത്തിൽ നശിച്ചിട്ടുള്ളത്. ഇന്നലെ 46.52 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ പെയ്തത്. ദേവികുളത്ത് ശക്തമായ മഴയാണ് ലഭിച്ചത്. 62.4 മില്ലിമീറ്റർ. ഇടുക്കി 46.4, പീരുമേട് 59, തൊടുപുഴ 37.6, ഉടുമ്പൻചോല 25.4 എന്നിങ്ങനെയാണ് മറ്റു താലൂക്കുകളിൽ പെയ്ത മഴയുടെ കണക്ക്. കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും കോടമഞ്ഞും മലയോര മേഖലകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മഴ നീണ്ടു നിൽക്കുന്നത് ഇത്തവണ ഓണവിപണിയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികളും. സിറ്റി വിഷൻ, രാജാക്കാട്. കനത്ത മഴയിൽ മൂന്നാർ ആറോ ജംഗ്ഷന് സമീപം വീണ്ടും മണ്ണിടിച്ചിൽ. ദിവസങ്ങൾക്ക് മുൻപ് മണ്ണിടിഞ്ഞ് അപകടമുണ്ടായതിനു സമീപം തന്നെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലിൽ ഈ ഭാഗത്തുണ്ടായിരുന്ന വഴിയോര കടകൾക്ക് നാശം സംഭവിച്ചു. കടകൾ അടഞ്ഞുകിടന്നിരുന്നതിനാൽ മറ്റപകടങ്ങൾ ഉണ്ടായില്ല. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷന് സമീപം വഴിയോര കടകൾ പ്രവർത്തിച്ചു വരുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇവിടെ റോഡിനോട് ചേർന്ന മുകൾ ഭാഗത്ത് വലിയ തിട്ടയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇതിന് സമീപമായി തന്നെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. മുകളിൽ നിന്നും മണ്ണിടിഞ്ഞെത്തിയതിനെ തുടർന്ന് വഴിയോര കടകൾക്ക് നാശം സംഭവിച്ചു. മുമ്പ് മണ്ണിടിഞ്ഞപ്പോഴും കടകൾ തകർന്നിരുന്നു. ആദ്യ മണ്ണിടിച്ചിലിന് ശേഷം കടകൾ തുറക്കരുതെന്ന നിർദ്ദേശം നൽകിയിരുന്നു. കടകൾ അടഞ്ഞുകിടന്നിരുന്നതിനാൽ മറ്റപകടങ്ങൾ ഒഴിവായി. മണ്ണിടിഞ്ഞെങ്കിലും ഇതുവഴിയുള്ള ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല.
വഴിയോര കടകൾക്കൊപ്പം വിനോദസഞ്ചാരികൾ വാഹനങ്ങൾ നിർത്തിയിടുന്ന പ്രദേശം കൂടിയാണിവിടം. മഴ തുടർന്നാൽ പ്രദേശത്തിനിയും മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ ഭാഗത്തെ മരങ്ങളും അപകടാവസ്ഥയിലാണ്. സംഭവത്തെ തുടർന്ന് ദേവികുളം സബ് കളക്ടർ VA ആര്യ പ്രദേശം സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി. ഈ ഭാഗത്തെ വഴിയോര വിൽപ്പനയും വാഹന പാർക്കിങ്ങും നിയന്ത്രിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടേക്കുമെന്നാണ് വിവരം. സിറ്റി വിഷൻ, മൂന്നാർ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന ശക്തമായ മഴയിൽ ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ ഞായറാഴ്ച വൈകിട്ടോടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇടുക്കി അണക്കെട്ടിലെ അടക്കം ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചു. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടർന്നാൽ കൂടുതൽ അണക്കെട്ടുകൾ പരമാവധി സംഭരണശേഷിയിലേക്കെത്തും. സംസ്ഥാനത്താകെ 9 ഡാമുകളിലായിരുന്നു ഞായറാഴ്ച വൈകിട്ടോടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഇതിൽ 4 അണക്കെട്ടുകൾ ഇടുക്കി ജില്ലയിലാണ്. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ അണക്കെട്ടുകൾ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ അണക്കെട്ടുകളിലും ജലനിരപ്പ് വർദ്ധിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതാണ് ജലനിരപ്പ് ഉയരാൻ ഇടയാക്കിയിട്ടുള്ളത്. വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തതോടെ ഇടുക്കി അണക്കെട്ടിലേക്കും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചു. നിലവിൽ കല്ലാർകുട്ടി, മാട്ടുപ്പെട്ടി, ലോവർ പെരിയാർ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. പുഴകളിലും അരുവികളിലും ശക്തമായ നീരൊഴുക്കാണ് നിലനിൽക്കുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായി മഴ തുടർന്നാൽ കൂടുതൽ അണക്കെട്ടുകൾ പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തും. 2 ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടതാണ് കേരളത്തിലെ മഴ സാഹചര്യം ശക്തമായി നിലനിർത്തുന്നത്. ഇതുകാരണം കൊങ്കൺ മുതൽ വടക്കൻ കേരളം തീരം വരെ അറബിക്കടലിൽ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിലും മഴ ശക്തമായി തുടരുമെന്നാണ് വ്യക്തമാക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി. നെടുങ്കണ്ടത്ത് റോഡിന് സമീപത്തേക്ക് കൂറ്റൻ പാറ ഉരുണ്ടു വീണു. റോഡരികിൽ ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ പറ്റി. സംസ്ഥാന പാതയിൽ BEd കോളേജിന് എതിർവശത്തെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ വലിയ പാറക്കല്ല് നിരങ്ങി റോഡിന് സമീപത്തേക്ക് പതിക്കുകയായിരുന്നു. ഇവിടെയുണ്ടായിരുന്ന ഓട്ടോയുടെ പിൻഭാഗത്തിടിച്ചാണ് കല്ല് നിന്നത്. ഓട്ടോയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. കോളേജ്, KSRTC ഗ്യാരേജ്, പെട്രോൾ പമ്പ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഭാഗത്താണ് അപകടം നടന്നത്. സംഭവ സമയം നിരവധി വാഹനങ്ങളും സമീപപ്രദേശത്ത് നിർത്തിയിട്ടിരുന്നു. ഓട്ടോയ്ക്കല്ലാതെ മറ്റ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. കനത്ത മഴയിൽ മണ്ണ് ഒലിച്ചു പോയതിനെ തുടർന്നാണ് കല്ല് ഉരുണ്ടു വീണത്. സമീപത്ത് നിരവധി കല്ലുകൾ അപകട ഭീഷണി ഉയർത്തി സമാനമായ സാഹചര്യത്തിൽ നിൽപ്പുണ്ട്. അടിമാലിയിൽ നിലനിൽക്കുന്ന മുദ്രപത്ര ക്ഷാമം പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. അടിമാലിയിൽ മുദ്രപത്ര ലഭ്യതയില്ലാതായിട്ട് നാളുകളായെന്നും ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുയർത്തുന്നുവെന്നും റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അടിമാലിയിൽ പറഞ്ഞു. അവശ്യഘട്ടങ്ങളിൽ മുദ്രപത്രം വാങ്ങാൻ അടിമാലി മേഖലയിൽ ഉള്ളവർ മറ്റിടങ്ങളിലാണിപ്പോൾ ആശ്രയിക്കുന്നത്. അടിമാലിയിൽ നിലനിൽക്കുന്ന മുദ്രപത്രക്ഷാമം ആവശ്യക്കാരെ വലയ്ക്കുകയാണ്. അടിമാലി ടൗണിൽ മുദ്രപത്ര ലഭ്യതയില്ലാതായിട്ട് മാസങ്ങൾ പിന്നിട്ടു. അടിമാലിയുടെ സമീപ മേഖലകളിലെ ആളുകൾ അടിമാലിയിൽ എത്തിയായിരുന്നു മുദ്രപത്രങ്ങൾ വാങ്ങിയിരുന്നത്. മുദ്രപത്രം അടിമാലിയിൽ ലഭിക്കാതായതോടെ ഇവരൊക്കെയും പ്രതിസന്ധിയിലായി. നിലവിൽ മുദ്രപത്ര വിൽപ്പന നടത്തുവാൻ വേണ്ടുന്ന ലൈസൻസ് അടിമാലിയിൽ ഇല്ലെന്നും ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുവെന്നും റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അടിമാലിയിൽ പറഞ്ഞു. എന്തൊക്കെയോ നൂലാമാലകളും പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സംസ്ഥാന സർക്കാർ നോക്കി. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആവശ്യങ്ങൾ നമ്മുടെ അടിമാലി വരുന്നത്. ഒരു കൊച്ചു കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പോലും അത് പ്രശ്നം വന്നു. ചെറിയ ആധാരം സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല, അത് പ്രശ്നം വന്നു. എല്ലാ മേഖലയിലും പ്രശ്നമായിട്ട് വന്നിരിക്കുന്നു. ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, പഞ്ചായത്തിലും വില്ലേജിലുമായി വിവിധ സർട്ടിഫിക്കറ്റുകൾ എന്നിവയൊക്കെ ലഭ്യമാക്കാൻ മുദ്രപത്രം ആളുകൾക്ക് ആവശ്യമുണ്ട്. ഭവന നിർമ്മാണ പദ്ധതികൾ, സർക്കാർ പ്രവർത്തികൾ എടുക്കുന്നതിന് കരാറുണ്ടാക്കൽ എന്നിവയ്ക്കും മുദ്രപത്രം ആവശ്യമായി വരുന്നു. സ്ഥലം ആധാരം ചെയ്യുന്നതിനും മറ്റ് കരാറുകൾ എഴുതുന്നതിനും മുദ്രപത്രത്തിന്റെ ലഭ്യത കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇവിടെ ഒരു മുദ്രപത്രം വാങ്ങണമെങ്കിൽ ഒന്നിൽ കോവങ്കലം പോകണം, ഒന്നിലേക്ക് രാജകുമാരൻ അവർ കൊടുത്തുകൊണ്ട് ഇരട്ടി തുക ഈ ഇതിന് ഗുണഭോക്താവ് കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ മുദ്രപത്രത്തിൻ്റെ ഏജൻസി പ്രാദേശിക തലത്തിൽ ഭരണപക്ഷത്തിൽപ്പെട്ട പ്രധാന കക്ഷികൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ആക്ഷേപമാണ് ഞങ്ങൾക്ക്. നിലവിൽ ആളുകൾ അടിമാലിയുടെ സമീപ പട്ടണങ്ങളെയാണ് മുദ്രപത്രം വാങ്ങുവാൻ ആശ്രയിക്കുന്നത്. ഇത് ആളുകൾക്ക് അധിക സാമ്പത്തിക ചിലവ് ഇടവരുത്തുന്നു. കൃത്യസമയത്ത് മുദ്രപത്രം ലഭ്യമാക്കുന്നതിനും ഇത് വിലങ്ങുതടിയാണ്. ഇത്രയേറെ ആളുകൾ താമസിക്കുന്ന അടിമാലി മേഖലയിൽ മുദ്രപത്ര ലഭ്യത സുഗമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ഇരട്ട വോട്ട് ആരോപണത്തിന് മറുപടിയുമായി CPM രംഗത്ത്.
ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ LDF വ്യാപകമായി ഇരട്ട വോട്ട് ചേർക്കുന്നുവെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചിരുന്നു. പിന്നാലെയാണ് മറുപടിയുമായി CPM എത്തിയത്. എല്ലാ തെരഞ്ഞെടുപ്പിലും തമിഴ് ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം ജില്ലയിലാകെ സ്വീകരിക്കുന്നത് എന്ന് CPM വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റി LDFനും ശാന്തൻപാറ പഞ്ചായത്ത് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ വ്യാപകമായി ഇരട്ട വോട്ട് ചേർക്കുന്നുവെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. മതിയായ രേഖകളുടെ അഭാവത്തിൽ നേരിട്ടുള്ള ഹിയറിംഗ് നടത്താതെ തമിഴ്നാട്ടിൽ സ്ഥിരതാമസക്കാരായവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ കോൺഗ്രസിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും 45 വർഷക്കാലമായി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് പതിവാണെന്നും CPIM നേതൃത്വം വ്യക്തമാക്കി. ഞങ്ങൾക്കിവിടെ കള്ളവോട്ട് ചേർക്കേണ്ട കാര്യമില്ല. ശാന്തൻപാറ പഞ്ചായത്ത് എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സ്വാധീനമുള്ള പഞ്ചായത്താണ്. ഞങ്ങൾക്ക് ജയിക്കാൻ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നല്ല നിലയിലേക്ക് ജയിക്കാൻ കഴിയും, യാതൊരു സംശയവും വേണ്ട. ആ നിലയ്ക്കുള്ള ഒരു പഞ്ചായത്തിൽ, നല്ല സ്വാധീനമുള്ള ഈ പഞ്ചായത്തിൽ ആവശ്യമില്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ക്രമസമാധാന നില വോട്ട് ചേർക്കുന്നതിന് വരുന്ന ആളുകളെ തടസ്സപ്പെടുത്തി എന്ന രീതിയാണ് കോൺഗ്രസ് അവലംബിക്കുന്നത്. അത് കോൺഗ്രസ് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. വാർഡ് വിഭജനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കിയത്. പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നു. ഏത് വിധത്തിലുള്ള അന്വേഷണത്തിനും തങ്ങൾ തയ്യാറാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസും പ്രതികരിച്ചു. കോൺഗ്രസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഏത് ആരോപണങ്ങൾ ഉണ്ടായെങ്കിലും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിങ്ങൾ പരാതി കൊടുത്തുകൊള്ളുക. ഏത് അന്വേഷണത്തിനും, ശാന്തൻപാറ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏത് അന്വേഷണത്തെ സംബന്ധിച്ചും ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. 45 വർഷക്കാലമായിട്ട് ഏറ്റവും സുതാര്യമായി ഈ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ കൃത്യമായ ഭരണവും വികസനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നും CPIM നേതാക്കളായ ഇലക്ഷൻ പഞ്ചായത്ത് സെക്രട്ടറി NR ജയൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ, പൂപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MA സെബാസ്റ്റ്യൻ എന്നിവർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, പൂപ്പാറ. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴിയടയ്ക്കാൻ ഇനിയും നടപടിയില്ല. കുഴിയുടെ വലിപ്പം വർദ്ധിച്ചത് വാഹനയാത്രികർക്ക് തലവേദനയാവുകയാണ്. കുഴി രൂപം കൊണ്ടിട്ട് നാളുകളായെങ്കിലും കുഴി അടയ്ക്കാനുള്ള നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധവുമായിരുന്നു. മഴ പെയ്തതോടെ കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട്. ഭാരവാഹനങ്ങളും ബസ്സുകളുമൊക്കെ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നതും ആശങ്കയാണ്. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തു നിന്നും മാട്ടുപ്പെട്ടി ദേവികുളം ഭാഗങ്ങളിലേക്ക് പോകുന്നിടത്താണ് പഴയ പാലം സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് ഇരുവശങ്ങളിലേക്കും ഇതുവഴി വാഹനങ്ങൾ കടന്നുപോയിരുന്നുവെങ്കിലും പഴയ പാലത്തിന് സമീപം പുതിയ പാലം നിർമ്മിച്ചതോടെ ഇരു പാലങ്ങളിലൂടെയുമുള്ള യാത്ര വൺ വേ ആയി ക്രമീകരിച്ചു. പഴയ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴിയാണിപ്പോൾ പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. കുഴി രൂപം കൊണ്ടിട്ട് നാളുകളായെങ്കിലും കുഴിയടയ്ക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. മഴ പെയ്തതോടെ കുഴിയുടെ വലിപ്പം വർദ്ധിച്ചു. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട്. ഭാരവാഹനങ്ങളും ബസ്സുകളുമൊക്കെ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നതും ആശങ്കയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതിരപ്പുഴയ്ക്ക് കുറുകെ മൂന്നാറിനെയും മാട്ടുപ്പെട്ടി ദേവികുളം മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പ് പാലം നിർമ്മിച്ചത്. കരിങ്കൽ തൂണുകളിൽ ഇരുമ്പ് പാളികൾ നിരത്തിയാണ് പാലം നിർമ്മിച്ചത്. സൈന്യം നിർമ്മിക്കുന്ന ബെയിലി പാലത്തിന് സമാനമായുള്ള സാങ്കേതിക വിദ്യയിലായിരുന്നു നിർമ്മിതി. പഴക്കമേറെയുള്ള ഈ പാലത്തിലെ കുഴി നികത്താൻ ഇനിയും താമസിയാതെ നടപടി വേണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ നിർമ്മാണം ഇഴയുന്നതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രവർത്തകർ ധർണ നടത്തി. കരാറുകാരന്റെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും മൂലമാണ് റോഡ് നിർമ്മാണം മുടങ്ങിയതെന്ന ആരോപണം. നെടുങ്കണ്ടം മുതൽ കട്ടക്കാല വരെയുള്ള 4.5 കിലോമീറ്റർ റോഡിന് സംസ്ഥാന സർക്കാർ 5.5 കോടി രൂപയാണ് അനുവദിച്ചത്. BMBC നിലവാരത്തിൽ റോഡ് നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. 2023 നിർമ്മാണം ആരംഭിച്ചിരുന്നു. 11 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് ഗതാഗത യോഗ്യമാക്കി തീർക്കുന്ന തരത്തിലായിരുന്നു കരാർ. എന്നാൽ 2 വർഷമായിട്ടും ചിലയിടങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചതല്ലാതെ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഇതോടെയാണ് കേരള കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. പരിപാടി ജോസ് പൊട്ടംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. കഷ്ടപ്പെടുന്ന അവരുടെ ക്ഷമയെ ഇത്രമാത്രം ക്ഷമയുള്ള ആൾക്കാരാണ് ഇവിടുന്ന് നെടുങ്കണ്ടം മുതൽ കട്ടക്കാല വരെയുള്ള ഭാഗത്ത് താമസിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഈ പ്രദേശത്തെ കോൺട്രാക്ടറുടെ വീട്ടിൽ ചെന്ന് ആ കോൺട്രാക്ടറെ വിളിച്ചിറക്കി അയാളെ മർദ്ദിക്കുന്ന ഒരു സ്വഭാവം മറ്റുള്ള പ്രദേശത്താണെങ്കിൽ നടക്കും. ഇവിടെ നമ്മുടെ നാട്ടിൽ ക്ഷമയോടുകൂടി ആൾക്കാരെ
ഇവിടുത്തെ ഈ നിർമ്മാണ പ്രവർത്തനത്തെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ജോയി നമ്പൂടാകത്ത് അധ്യക്ഷത വഹിച്ച സമരത്തിൽ ജോജി ഇടപ്പള്ളിക്കുന്നേൽ, ജോയി കണിയാമ്പറമ്പിൽ, ഫിലിപ്പ് കലയത്തുംകുഴിയിൽ, വർഗീസ് നെടുമ്പതാലിൽ, ബേബി മാപ്രയിൽ, അപ്പച്ചൻ പുളിക്കത്തുണ്ടയിൽ, ബിനോയ് കായപ്പുറത്ത്, സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേൽ, ജോസ് തുരുത്തിയിൽ, ജോയി വരവുകാലായിൽ, വിനോദ് കൊല്ലംകുന്നേൽ, ജോയൽ, റിജോ, മജോ, ലില്ലിക്കുട്ടി, രാധാമണി എന്നിവർ പ്രസംഗിച്ചു. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് ഉടൻ ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ കരാറുകാരന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നും കേരള കോൺഗ്രസ് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടവേള. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. കട്ടപ്പന നഗരസഭയിൽ വിവിധ മേഖലകളിൽ വലിയ പുരോഗതി ഉണ്ടായതായും മികച്ച രീതിയിൽ നിക്ഷേപം നടക്കുന്നുണ്ടെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന നഗരസഭയിൽ കല്ലുകുന്ന സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 14 ലക്ഷം രൂപ ചെലവിൽ 1200 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നിലകളിലായാണ് സ്മാർട്ട് അംഗൻവാടി നിർമ്മിച്ചിട്ടുള്ളത്. പഠനമുറി, ഭക്ഷണമുറി, അടുക്കള, സ്റ്റോർ റൂം, ഇൻഡോർ ഔട്ട്ഡോർ പ്ലേ ഏരിയ, ശിശു സൗഹാർദ്ദ ശുചിമുറി എന്നിവ 1ാം നിലയിലും മുകളിലെ നിലയിൽ കോൺഫറൻസ് ഹാളുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കട്ടപ്പന നഗരസഭയിൽ വിവിധ മേഖലകളിൽ വലിയ പുരോഗതി ഉണ്ടായതായും മികച്ച രീതിയിൽ നിക്ഷേപം നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആൾക്കാരെല്ലാം സ്മാർട്ടാകുമ്പോഴേ അംഗൻവാടി സ്മാർട്ടാകുന്നത്. നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനം, അവരുടെ നേട്ടം നമ്മുടെ നാടിന് ഗുണകരമാണ്. എത്തായിരിക്കും ഒരുമിച്ച് നിൽക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഈ കൂട്ടായ പ്രവർത്തനം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട്. ഒപ്പം കല്ലുകുന്ന അംഗൻവാടിയിൽ കുട്ടികളുടെ പാർക്കിങ്ങിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 2 ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി പ്രഖ്യാപിച്ചു. AJ ബെന്നി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ സിജുമോൻ ജോസ, ധന്യ അനിൽ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ മനോജ് M. തോമസ്, മാത്യു ജോർജ്, രതീഷ് വരകുമല, MC ബിജു, VR സജി, അങ്കണവാടി അധ്യാപിക അനിത തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. 1 മാസമായി നടന്നു വന്നിരുന്ന രാമായണ പാരായണ യജ്ഞത്തിന് സമാപനമായി. രാജക്കാട് NSS കരയോഗത്തിന്റെയും ആധ്യാത്മിക പഠന കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ രാമായണ പാരായണ യജ്ഞ സമാപനത്തോടനുബന്ധിച്ച സത്സംഗ സദസ്സ്, വിളക്ക് പൂജ എന്നിവ നടത്തി. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടും ദേവകളാൽ അതിവന്തിതനാക്കിയ രാഘവനെ.
2223 നമ്പർ രാജാക്കാട് NSS കരയോഗത്തിൻ്റെയും ആധ്യാത്മിക പഠന കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ 1 മാസക്കാലമായി നടന്നുവന്ന രാമായണ പാരായണ യജ്ഞം ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി സമാപിച്ചു. ചടങ്ങിന്റെ ഭാഗമായി സതംഗ സദസ്സ്, വിളക്കുപൂജ എന്നിവയും നടത്തി. കരയോഗം പ്രസിഡന്റ് PB മുരളീധരൻ നായർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കരയോഗം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കരയോഗം സെക്രട്ടറിയും ആധ്യാത്മിക കേന്ദ്രം ഹൈറേഞ്ച് NSS യൂണിയൻ കോർഡിനേറ്ററുമായ അനിൽകുമാർ മഠത്തിനകത്ത് രാമായണ സന്ദേശം നൽകി. ട്രഷറർ KP രാജഗോപാൽ, യജ്ഞാചാര്യൻ ബാലകൃഷ്ണപിള്ള കാട്ടാപ്പറമ്പിൽ, K സുനിൽ, രാധാമണി, പുഷ്പാകരൻ, PR പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. കട്ടപ്പന 1236 നമ്പർ ശാഖായോഗത്തിന്റെയും ഗുരുദക്ഷിണ കുടുംബയോഗത്തിന്റെയും കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീനാരായണ പ്രാർത്ഥനാ യൂണിറ്റിന്റെ കർക്കിടക മാസ രാമായണ പാരായണം സമാപിച്ചു. 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ് മുടങ്ങാതെയുള്ള ഇവരുടെ രാമായണ പാരായണം. കർക്കിടകത്തിലെ കഷ്ടതകളെ ആത്മീയ ഉണർവിലൂടെ മറികടക്കാൻ കൂടിയാണ് കഴിഞ്ഞ 25 വർഷമായി കട്ടപ്പന 1236 നമ്പർ ശാഖായോഗത്തിന്റെയും ഗുരുദക്ഷിണ കുടുംബയോഗത്തിന്റെയും കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീനാരായണ പ്രാർത്ഥനാ യൂണിറ്റിന്റെ കർക്കിടക മാസ രാമായണ പാരായണം. ഇത്തവണത്തെ രാമായണ പാരായണത്തിനും സമാപനമായി. പ്രാർത്ഥനാ യൂണിറ്റ് കൺവീനർ മിനി ഷാജിയുടെ നേതൃത്വത്തിൽ വത്സ രവീന്ദ്രൻ ചെങ്കമ്മലയുടെ ഭവനത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചനയോടുകൂടിയാണ് രാമായണ പാരായണത്തിന് സമാപനമായത്. ഓം യോഗായ നമഃ. രാമായണത്തിലെ തത്വദർശനങ്ങൾ മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിക്കുക എന്നതാണ് രാമായണ പാരായണത്തിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഗുരുദക്ഷിണ കുടുംബയോഗം ചെയർമാൻ തങ്കച്ചൻ പുളിക്കത്താനം, കൺവീനർ ഓമന കൃഷ്ണൻ, വൈസ് ചെയർമാൻ ചന്ദ്രൻ കരിമ്പനത്തോട്ടത്തിൽ, വനിതാ സംഘം കമ്മിറ്റി അംഗങ്ങൾ സുജാരാജൻ, ബീന ഉത്തമൻ, തങ്കച്ചൻ പുളിക്കത്തറ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് രാജകുമാരി കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിക്കുകയും കർഷകരെ ആദരിക്കുകയും ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷക ദിനാചരണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ കാർഷിക വിജയം കൈവരിച്ച കർഷകരെ ആദരിച്ചു. മികച്ച മുതിർന്ന കർഷക, ക്ഷീര കർഷകർ, വനിതാ കർഷക തുടങ്ങി വിവിധ കാർഷിക മേഖലയിൽ വിജയം കൈവരിച്ചവരെ ചടങ്ങിൽ ആദരിക്കുകയും അവാർഡുകൾ വിതരണം നടത്തുകയും ചെയ്തു. കർഷക ദിന ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ നിർവഹിച്ചു. കാലാവസ്ഥ അങ്ങേയറ്റം മാറുകയാണ്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. കൃഷി ആദായകരമാക്കാനായിട്ട് നമ്മൾ പല മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് എന്തൊക്കെ വളമാണോ എന്താണോ എന്നറിയില്ല, ഉൽപാദനം കൂടുമെന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിച്ചിടുന്ന സാധനങ്ങളുടെ ഗുണമേന്മയോ അതിന്റെ പ്രശ്നങ്ങളോ ഒന്നും നമ്മൾ നോക്കി, ആരോഗ്യ പ്രശ്നം ഏറ്റവും പ്രധാനമായിട്ട് ആരോഗ്യ പ്രശ്നമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജുവിന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൻ, കൃഷി ഓഫീസർ ആശ ശശി, പി രാജാറാം, ആശ സന്തോഷ്, സിജു കാരക്കട്ട്, രശ്മി വിജയൻ, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, കർഷകർ, കൃഷിവകുപ്പ് ജീവനക്കാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ, രാജകുമാരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ നിന്നും പിൻവാങ്ങാതെ മഴ. ചിങ്ങമെത്തിയിട്ട് മഴ ശമനമില്ലാതെ തുടരുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. മഴ ഏറ്റവും പ്രതികൂലമായി ബാധിച്ചത് കർഷകരെയും തൊഴിലാളികളെയും വ്യാപാരികളെയും. കനത്ത മഴയിൽ മൂന്നാർ ആറോ ജംഗ്ഷൻ സമീപം വീണ്ടും മണ്ണിടിച്ചിൽ. ഈ ഭാഗത്തുണ്ടായിരുന്ന വഴിയോര കടകൾക്ക് നാശം. മഴയിൽ ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. അണക്കെട്ടുകളിൽ റെഡ് അലർട്ട്. അടിമാലിയിൽ നിലനിൽക്കുന്ന മുദ്രപത്ര ക്ഷാമം പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. മുദ്രപത്ര ലഭ്യതയില്ലാതായിട്ട് നാളുകളായെന്ന റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത്
കേരളത്തിലെ ഇരട്ട വോട്ട് ആരോപണത്തിന് മറുപടിയുമായി CPM രംഗത്ത്. എല്ലാ തെരഞ്ഞെടുപ്പിലും തമിഴ് ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്ന നിലപാടാണ് കോൺഗ്രസിനെന്ന CPM. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.